ശലഭം പാർട്ട് 25. ദീപക്, നിന്റെ നാടകം എൻ്റെ അടുത്തേക്ക് വേണ്ട. നീ പറഞ്ഞതുപോലെ ശ്രീകാന്തിന്റെ കൂടെയുള്ള ഒരു ജീവിതം എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ എൻ്റെ വേറെ മുഖം നീ കാണും. ഗായത്രി ദേഷ്യത്തിൽ ദീപകിനോട് പറഞ്ഞതും അവൻ കാലിൽ കാൽ കയറ്റി വെച്ച് ആളൊഴിഞ്ഞു കിടക്കുന്ന ബാൽക്കണിയിൽ കസേരയിലിരുന്നു. എന്താ ഭീഷണിയാണോ? അതൊക്കെ അങ്ങ് കോളേജിൽ. ഇവിടെ നമ്മൾ വന്നത് നീലിയെ എനിക്ക് കിട്ടണം. അതിന് ശ്രീകാന്തിനെയും നീലിമയെയും പിരിക്കണം. നിങ്ങളായിട്ട് എന്നെ തേടി വന്നതാണ്, അത് മറക്കണ്ട. ആ ശ്രീകാന്തിനെ കൊല്ലാൻ വേണ്ടി റെഡിയായി നിന്നതാണ് ഞാൻ. നിങ്ങളുടെ വാക്കിൽ ഞാനത് വേണ്ടെന്ന് വെച്ചത് ആ നീലിമക്ക് വേണ്ടി മാത്രമാണ്. ദീപക് ദേഷ്യത്ത് പറഞ്ഞതും എനിക്ക് ദേഷ്യം വരാതെ നിൽക്കുമോ? പിന്നെ ആ ശ്രീകാന്ത് എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാറില്ല. അവനെ ഞാൻ കോളേജ് മുതൽ പ്രണയിക്കുന്നുണ്ട്. അവൻ അറിയാതെ അവന് എൻ്റെ അമ്മയുടെ കോളേജിൽ ജോലി നൽകി. പക്ഷെ അതൊന്നും അവൻ കാണുന്നില്ല. ഞാൻ എത്ര കാലം പുറകെ നടന്നു, ഒന്ന് തിരിഞ്ഞു നോക്കാത്ത അവനെ വേണ്ടെന്ന് വെച്ചതായിരുന്നു. അപ്പോഴാണ് അങ്ങോട്ട് നീലിമയുടെ വരവ്. അതോടെ എനിക്ക് വീണ്ടും കിട്ടണമെന്ന വാശിയായി. കളിക്കാൻ ഒരു മത്സരാർത്ഥി ഉണ്ടാവുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ആനന്ദമുണ്ട്. അതാണ് എനിക്കിപ്പോൾ ഉള്ളത്. ആ നീലിമയെ എൻ്റെ കൂടെ നിർത്തി അവനെക്കുറിച്ച് ഞാൻ പറഞ്ഞു നൽകിയതെല്ലാം അവളെ വിശ്വസിപ്പിച്ചു. പക്ഷേ ഇന്നലെ ശ്രീകാന്ത് കോളേജിലേക്ക് വന്നപ്പോൾ നീ പറഞ്ഞതുപോലെ നീലിമയെ കാണിക്കാൻ വേണ്ടി അവനോട് സംസാരിക്കാൻ പോയിട്ട് ഒന്ന് മൈൻഡ് പോലും ചെയ്യാതെ പോകുന്ന അവനെ ഒന്ന് പിടിച്ചു നിർത്തി ഒന്ന് ചിരിപ്പിച്ചത് എങ്ങനെയെന്നറിയോ നിനക്ക്? നീലിയെക്കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ പുതിയ കഥകൾ ഉണ്ടാക്കിയിറക്കി, അവളുടെ കുശുമ്പ് എന്ന പോലെ. അപ്പോൾ വായിൽ വന്നതെല്ലാം പറഞ്ഞു. അപ്പോൾ അവന് കേൾക്കാനുള്ള ആകാംക്ഷ ഓർക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും ദേഷ്യം തീരുന്നില്ല. ഗായത്രി ദേഷ്യത്തിൽ പറഞ്ഞു നിർത്തിയതും അവർക്കിടയിൽ ഇപ്പോൾ ഒരു പ്രശ്നമുണ്ടായിട്ടുണ്ട്. അത് വലുതാക്കിയെടുത്താൽ നമ്മൾ വിജയിക്കും. അവരുടെ കല്യാണത്തിന് ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോഴേക്കും എല്ലാം തീരുമാനമാക്കണം. താലി കെട്ടാൻ ആ കല്യാണ പന്തയിലേക്ക് ശ്രീകാന്ത് വരരുത്. അത് കേട്ടതും രണ്ടുപേരും ഒരു ഗൂഢചിരിയോടെ നിന്നു. എന്തോ ശബ്ദം കേട്ടുകൊണ്ടാണ് രാവിലെ നീലി ഉണരുന്നത്. നീലി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ കുടുംബത്തിലെ എല്ലാ മുത്തശ്ശന്മാരും അവിടെ ഇരിപ്പുണ്ട്. കല്യാണം ഓഡിറ്റോറിയത്തിൽ തന്നെ ആവട്ടെ. കുട്ടികളെല്ലാം നമ്മുടെ കുട്ടികളായതുകൊണ്ട് എല്ലാം ഒന്ന് വെച്ച് നടത്താം. അതെ, എല്ലാവരെയും വിളിക്കണം. എൻ്റെ മോൻ്റെ വിവാഹം കാണാനുള്ള ഭാഗ്യമുണ്ടായിട്ടില്ല. കൊച്ചുമോളുടെ കല്യാണം എനിക്ക് കാണണം. നീലിയുടെ മുത്തശ്ശൻ അത് പറഞ്ഞതും ഇനിയിപ്പോൾ അധിക ദിവസമില്ലല്ലോ. ഇന്ന് തന്നെ നമുക്ക് വിവാഹം പറയാൻ ഇറങ്ങാം. ക്ഷണക്കത്തെല്ലാം കിട്ടിയല്ലോ. കുട്ടികളുടെ കൂട്ടുകാരെ വിളിക്കാൻ അവരോട് തന്നെ പറയാം. ചെറിയ മുത്തശ്ശനും അത് ശരിവെച്ചു. ശ്രീകുട്ടൻ്റെയും നീലിമോളുടെയും കൂടെ തന്നെ സ്നേഹമോളുടെയും ഹരിക്കുട്ടൻ്റെയും വിവാഹമുള്ളതുകൊണ്ട് ആളുകളുടെ ഒരു കണക്ക് കയ്യിലുണ്ടായിരിക്കണം. ഭക്ഷണം ആർക്കും തികയാത്ത പ്രശ്നമുണ്ടാവരുത്. എല്ലാവർക്കും വയറ് നിറച്ച് കഴിക്കാനുള്ളത് വേണം. ദിവസം ഇനി ഒരുപാടൊന്നുമില്ല. ഉത്സവവും മറ്റുമായതുകൊണ്ട് ഒരുപാട് വൈകിപ്പോയി. ഇനി എല്ലാം പെട്ടെന്നാവണം. ഉത്സവത്തിന് കൂടിയവരെയെല്ലാം ഇന്നലെ തന്നെ ക്ഷണിച്ചു. പുറത്തു നിന്നും കേൾക്കുന്ന വാക്കുകൾ ശ്രദ്ധിച്ച നീലിയിൽ ഒരു വിങ്ങൽ രൂപപ്പെട്ടു. അവൾ പെട്ടെന്ന് മുറിയിൽ പോയി കലണ്ടർ എടുത്തു നോക്കുമ്പോൾ 15 ദിവസമാണ് വിവാഹത്തിന് ബാക്കിയുള്ളത്. ദേവി, 15 ദിവസമാണ് ബാക്കിയുള്ളത്. എന്നോടൊന്നും മിണ്ടം പോലും കൂട്ടാക്കുന്നില്ല ശ്രീയേട്ടൻ. മിസ് പറഞ്ഞ പോലെ എന്നെ അംഗീകരിക്കാൻ കഴിയുന്നില്ലേ? പക്ഷേ എന്നെ ഞാനായി അംഗീകരിക്കുമെന്ന് ശ്രീയേട്ടൻ എന്നോട് പറഞ്ഞതാണ്. എന്ത് കേൾക്കണം, ആരെ വിശ്വസിക്കണം? ഗായത്രി മിസ്സിനോട് എന്തൊരു സന്തോഷത്തിലാണ് സംസാരിച്ചത്. എന്നോട് എത്ര അകലം കാണിച്ചാലും ഞാൻ ഓടി ചെല്ലുന്നില്ലേ? എന്നിട്ടും എന്നെ ഒന്ന് കാണാനോ മിണ്ടാനോ ഇതുവരെ വന്നിട്ടില്ല. അതും ആലോചിച്ച് അവൾ ജനലിലൂടെ നോക്കുമ്പോൾ അവിടെ കുപ്പിയിലുള്ള ആമ്പൽപ്പൂക്കൾ വാടിക്കരിഞ്ഞു പോയിരുന്നു. അവൾ അതെല്ലാം വേദനയോടെ നോക്കി. എനിക്കിത് എന്ത് സന്തോഷത്തിൽ കൊണ്ടുവന്ന് തന്നിരുന്നു. ഇപ്പോൾ ഇതൊന്നും കാണാൻ പോലുമില്ല. ശ്രീയേട്ടൻ എന്തിനായിരിക്കും എന്നോട് ഈ അകൽച്ച കാണിക്കുന്നത്? അതും ആലോചിച്ച് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് എന്തോ ആലോചിച്ച് അവൾ ഓടിപ്പോയി കുളിച്ച് ഒരു ഡ്രസ്സും എടുത്തിട്ട് പുറത്തേക്കിറങ്ങി. മോളെ, നീ ഇതെങ്ങോട്ടാ? എല്ലാവരും അവിടെ അപ്പോഴും വലിയ ചർച്ചയിലായിരുന്നു. അപ്പോഴാണ് മുത്തശ്ശന്റെ ചോദ്യം. അമ്പലത്തിലേക്ക് എന്നും ആംഗ്യം കാണിച്ച് നീലി പുറത്തേക്കിറങ്ങി. തനിച്ചാണോ മോളെ പോകുന്നേ? അത് കേട്ട് തലയടി പെട്ടെന്ന് തന്നെ ധൃതി പിടിച്ച് അവിടെ നിന്നും നടന്നു. ഈ കുഞ്ഞിതെന്താ ഒന്നും മിണ്ടാതെ ധൃതി പിടിച്ച് ഓടുന്നേ? നീ ഭയക്കാതെ അവൾ അമ്പലത്തിൽ പോയി ഇങ്ങ് വരില്ലേ? മുത്തശ്ശൻ അത് പറഞ്ഞതും മുത്തശ്ശി പിന്നൊന്നും മിണ്ടിയില്ല. നീലി സങ്കടത്തോടെ ദേവിക്ക് മുമ്പിൽ കൈകൂപ്പി നിന്നു.
ശ്രീയേട്ടൻ ഇന്ന് വന്നിരുന്നെങ്കിൽ എന്ന വിശ്വാസത്തിലാണ് ഞാൻ ഇങ്ങോട്ട് ഓടിയെത്തിയത്. ശ്രീയേട്ടൻ എന്നോടൊന്നും മിണ്ടുക മാത്രം ചെയ്താൽ മതി, എന്നാലും ഞാൻ സമാധാനിച്ചോളാം. അതും കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ച ശേഷം തിരിയുമ്പോഴാണ് അവളുടെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ശ്രീകാന്തിനെ നീലി കാണുന്നത്. അവനെ കണ്ടതും ഉള്ളിലെ വലിയൊരു ഭാരം ഒഴിഞ്ഞു പോയ പോലെ തോന്നി അവൾക്ക്. അപ്പോഴേക്കും അവനും തൊയ്ത് അവളെ നോക്കി. തനിച്ചാണോ നീ വന്നത്? ഗൗരവത്തിലായിരുന്നു അവന്റെ ചോദ്യം. അവൾ ഒന്ന് തലയാട്ടി കാണിച്ചു. എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം. അതും പറഞ്ഞ് അവൻ മുന്നോട്ട് നടന്നു. നീലി അവനെ കണ്ടതിലും അവൻ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞതിലും സന്തോഷത്തിലായിരുന്നു. ഒരു പുഞ്ചിരിയോടെ തന്നെ അവന്റെ കൂടെ അവൾ നടന്നു. അവൻ ആ കുളപ്പടവിൽ വന്നിരുന്നതും അവൾ സന്തോഷത്തോടെ അവന്റെ അടുത്തിരുന്നു. അവൾ കുളത്തിലേക്ക് നോക്കി. ആമ്പൽപ്പൂക്കൾ വിടർന്നു നിൽക്കുന്നുണ്ടായിരുന്നു. ഈ പൂക്കൾ ഇന്ന് എനിക്ക് നൽകുമെന്ന് എനിക്കറിയാം. ആ പൂക്കളെ പുഞ്ചിരിയോടെ നോക്കിക്കൊണ്ട് അവൾ ആലോചിച്ച് ശ്രീയെ നോക്കി. അവൻ അതൊന്നും ശ്രദ്ധിക്കുന്നേ ഇല്ലായിരുന്നു. ഗൗരവത്തിൽ നിൽക്കുന്ന അവന്റെ മുഖഭാവം കണ്ടതും അവൾ അവന്റെ കയ്യിലൊന്ന് പിടിച്ചു. അത് കണ്ട് അവൻ അവളെ ഒന്ന് നോക്കി. എനിക്ക് നിന്നോട് കുറച്ച് സീരിയസ് ആയി കുറച്ച് കാര്യം പറയാനുണ്ട്. അവന്റെ മുഖത്തെ ഗൗരവം കണ്ടതും അവൾ എന്താ പറയാനുള്ളത് എന്ന് ശ്രദ്ധിച്ചു. നമ്മുടെ വിവാഹത്തിന് ഇനി അധികം ദിവസമൊന്നുമില്ലെന്ന് നിനക്കറിയാലോ. അതുപോലെ നമ്മുടെ കല്യാണമുണ്ടായ അവസ്ഥയും അറിയാലോ. എൻ്റെ ഇഷ്ടപ്രകാരം ഒന്നുമല്ല, അവരെല്ലാം നിർബന്ധിച്ചതല്ലേ. അത് പറഞ്ഞ് അവരൊന്ന് നിർത്തി. അവളത് കേട്ട് നെറ്റി ചുളിച്ച് അവനെ നോക്കി. ഞാൻ പറയുന്നത് നിനക്ക് ഉൾക്കൊള്ളാനായേ പറ്റൂ. നമ്മുടെ ഈ വിവാഹം നടക്കില്ല നീലി. ഗൗരവത്തിലുള്ള അവന്റെ വാക്കുകൾ കേട്ട് അവൾ ഞെട്ടിക്കൊണ്ട് ഇരുന്നിടത്ത് നിന്നും എണീറ്റു. അവനെ ഞെട്ടിക്കൊണ്ട് നോക്കി. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കാതെ വീണ്ടും പറഞ്ഞു തുടങ്ങി. ഞാനും നീയും ഒരുമിക്കാൻ വിധിച്ചവരല്ല നീലി. ഈ കല്യാണത്തിന് അന്നേ ഞാൻ എതിർക്കേണ്ടതായിരുന്നു. പക്ഷേ അന്ന് എനിക്ക് സാധിച്ചില്ല. ഈ വിവാഹം ഇനിയും അത് പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. നീലിയുടെ കണ്ണുകളെല്ലാം നിറഞ്ഞൊഴുകി. ഹൃദയം വേഗതയിൽ മിടിക്കുന്ന പോലെ തോന്നി അവൾക്ക്. ഞെട്ടലോടെ തന്നെ അവൾ ശ്രീകാന്തിനെ നോക്കി നിന്നു. ശ്രീകാന്ത് താഴേക്ക് നോക്കിയാണ് എല്ലാം പറയുന്നത്. അവന്റെ കണ്ണുകൾ നിറയാതെ അവൻ പിടിച്ചു നിർത്തി. എനിക്കറിയാം നിനക്ക് ഇതൊരു ബുദ്ധിമുട്ടാണെന്ന്. എനിക്ക് വേറൊരാളെ ഇഷ്ടമാണ്. ഞങ്ങൾ ഒരുപാട് ഇഷ്ടത്തിലാണ്. നീ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാണെന്നറിഞ്ഞപ്പോൾ അവളെ ഞാൻ ഒരുപാട് ഒഴിവാക്കാൻ ശ്രമിച്ചു. എനിക്കതിന് സാധിക്കുന്നില്ല. ഒരാളെ മനസ്സിൽ വെച്ച് എങ്ങനെയാ നിന്നെ ഞാൻ വിവാഹം ചെയ്യുക? അമ്പ് പോലെയായിരുന്നു ഓരോ വാക്കുകളും അവളുടെ ചെവിയിൽ വന്നു പതിഞ്ഞത്. ഗായത്രിയുടെ മുഖമായിരുന്നു അവളുടെ ഉള്ളിൽ തെളിഞ്ഞു വന്നത്. അവൾക്ക് അവളുടെ സങ്കടം നിയന്ത്രിക്കാനാവാതെ വാ പൊത്തിക്കൊണ്ട് അവൾ താഴേക്കിരുന്നു. എല്ലാം തകർന്ന പോലെയുള്ള അവളുടെ ആ ഇരുത്തം കണ്ട് സഹിക്കാനാവാതെ പെട്ടെന്ന് അവൻ അവിടെ നിന്നും എണീറ്റു. വീട്ടുകാരോടെല്ലാം ഞാൻ പറഞ്ഞോളാം. അതും പറഞ്ഞ് അവൻ കണ്ണുകൾ തുടച്ചുകൊണ്ട് മുകളിലേക്ക് ഓടിക്കയറി. നീലി അതൊന്നും അറിയുന്നു പോലുമില്ലായിരുന്നു. നീലിയുടെ ഉള്ളിലൂടെ കഴിഞ്ഞു പോയ ഓരോ നിമിഷവും കടന്നുപോയി. ഗായത്രിയുടെ വാക്കുകൾ അവളിൽ കൂരമ്പ് പോലെ വേദനിക്കാൻ തുടങ്ങിയത് ഇപ്പോഴാണ്. വിവാഹം നടക്കില്ല എന്ന അവന്റെ വാക്കുകൾ അവളിൽ വീണ്ടും വീണ്ടും കേൾക്കുന്ന പോലെ തോന്നി അവൾക്ക്. അപ്പോഴാണ് അവിടെ ശക്തിയായി മഴ പെയ്യാൻ തുടങ്ങി. നല്ല കാറ്റും വീശുന്നുണ്ടായിരുന്നു. ആ മഴയെല്ലാം അവളിലൂടെ ഒലിച്ചിറങ്ങി. അന്ന് ഒന്ന് അനങ്ങുക പോലും ചെയ്യാതെ നീലി ഒരേ ഇരിപ്പാണ്. ആ മഴയിൽ അവളുടെ കണ്ണുകളെല്ലാം നിറഞ്ഞൊഴുകി. എല്ലാം അവളുടെ ഉള്ളിലൂടെ കടന്നു പോയതും അവൾ വാവിട്ട് കരഞ്ഞു. ശബ്ദമില്ലാത്തത് കൊണ്ട് തന്നെ അവളുടെ ആ ചങ്ക് പൊട്ടിയുള്ള കരച്ചിൽ ആരും അറിഞ്ഞില്ല. എല്ലാം എൻ്റെ തെറ്റായിരുന്നു. എൻ്റെ കുറവുകളെല്ലാം ഞാൻ മനസ്സിലാക്കണമായിരുന്നു. എന്തിനാ ദേവി എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അവിടെ അച്ഛനും അമ്മയ്ക്കും ഉപദ്രവവും സഹിച്ച് ജീവിക്കുന്നതായിരുന്നു ഇതിലും നല്ലത്. ഞാനൊന്നും മിണ്ടുന്നില്ലെന്ന് വിചാരിച്ച് എല്ലാവർക്കും എന്നെ തട്ടിക്കളിക്കാനുള്ളതാണോ ഞാൻ ഒരുപാട് കൊതിച്ചുപോയി ശ്രീയേട്ടൻ്റെ കൂടെയുള്ള ജീവിതം. എന്നെ ഇത്ര വേദനിപ്പിച്ചപ്പോഴും ഗായത്രി മിസ് പറഞ്ഞതെല്ലാം കേട്ട് പിങ്ങിയപ്പോഴെല്ലാം എന്നോട് വന്ന് പറഞ്ഞ ആ സോറിയിൽ ഞാൻ എല്ലാം മറന്നുപോയതല്ലേ. ഇത്രയും നാളും എന്നെ സ്നേഹിക്കാൻ കഴിയാതെ അഭിനയിക്കുമായിരുന്നു. അവളുടെ ഉള്ളിൽ ഒരു ആഴക്കടൽ തന്നെ രൂപപ്പെട്ടു. എന്തിനാ ഇങ്ങനെ എല്ലാവരും തട്ടിക്കളിക്കാൻ വേണ്ടി ഒരു ജീവിതം? എന്നും എൻ്റെ കൂടെ കാണുമെന്ന് വിചാരിച്ച ശ്രീയേട്ടന് ഇന്നെന്നെ വേണ്ട. സങ്കടത്തോടെ ഓരോന്ന് ചിന്തിക്കുമ്പോഴാണ് കുളത്തിലേക്ക് അവൾ നോക്കുന്നത്. മഴത്തുള്ളികൾ കുളത്തിൽ വന്ന് വീയുന്നതും നിറയുന്ന കുളവും അവളുടെ ഉള്ളിൽ പതിഞ്ഞതും എന്തോ തീരുമാനിച്ച പോലെ അവൾ അവിടെ നിന്നും എണീറ്റു. കുളം ലക്ഷ്യമാക്കി താഴേക്കിറങ്ങി. അവസാന പടി എത്തിയതും അവൾ നിറമീയോടെ എല്ലാവരെയും ഓർത്തു.
അപ്പോഴും അവളുടെ ഉള്ളിൽ ശ്രീകാന്തിന്റെ വാക്കുകൾ ഉണ്ടായിരുന്നു. അതും ആലോചിച്ചു കണ്ണുകൾ ഇറുക്കി പിടിച്ച് അപ്പോഴും ആ മിഴികൾ നിറയുന്നുണ്ടായിരുന്നു. ആ കുളത്തിലേക്ക് നീലി എടുത്തു ചാടി. ആ മഴ അവിടെ ആവേശത്തോടെ പെയ്തുകൊണ്ടേയിരുന്നു. തുടരും.